ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് അല്ലേ? ഓക്കെ 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 ലിസൺ. അപ്പൊ നമ്മൾ പറയാൻ പോവാണ്. ലിസൺ, കാണുന്നുണ്ടല്ലോ? ഈ വൈകി വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കട്ടെ. ഞാനൊരു ഓക്കെ, വൈകി വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിൽ വൈകരുത്. ഓക്കെ, കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ ലിസൺ ലിസൺ. ഓക്കെ ലിസൺ ലിസൺ. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ 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 ലിസൺ. ദ ഫൈറ്റ്. ഓക്കെ, ഇനി മിണ്ടായിരിക്കും. മ്യൂട്ട് യുവർ മൈക്ക്, ഓൾ ഓഫ് യു മ്യൂട്ട് യുവർ മൈക്ക്. ദ ഫൈറ്റ്. The fisherman reached home and called his wife in excitement. See, who is there in it? He showed her the mirror. She looked eagerly into it. She saw the face of a woman in it. Oh, my mother, she looks so young. She was thrilled. Where did you get this thing from, mother? Whose mother? The fisherman turned the mirror towards his face. What is going on here? The fisherman reached home. Fisherman എവിടെ എത്തി? തന്റെ വീട്ടില് എത്തി. reached his home. അപ്പൊ എന്താ കാണാൻ പറ്റുന്നത്? reached his home and called his wife. എന്ത് ചെയ്തു? വീട്ടിലെത്തിയ സമയത്ത് അയാൾ ആരെ വിളിച്ചു? he called his wife. തന്റെ ഭാര്യയെ വിളിച്ചു. in excitement. What is meaning of excitement? ഹലോ, ആകാംക്ഷ. അപ്പൊ ആകാംക്ഷയോട് കൂടി എന്ത് ചെയ്തു? മതി മതി, ഇനി പറയണ്ട. ഒരാൾ പറഞ്ഞാൽ മതി, ഒരുപാട് ആൾക്കാർ പറയണ്ട. ഓക്കെ, ആകാംക്ഷയോട് കൂടി തന്റെ ഭാര്യയെ വിളിച്ചു. ഓക്കെ, ആകാംക്ഷയോട് കൂടി. കാണില്ലേ? ഇന്നെ കാണല്ലോ, ഞാൻ എടുക്കുന്ന ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലേ? കാണുന്നില്ല? ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ ലിസൺ. ഒരു മിനിറ്റ്. എന്താ പ്രശ്നം വെച്ചാലേ ഓരോരുത്തരും ഇങ്ങനെ കേറുകയാണ്. ഈ വൈകി വരുന്ന ആൾക്കാർ നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വൈകി കയറിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ കറക്റ്റ് സമയത്ത് നിങ്ങൾ കയറാൻ നോക്കുക കേട്ടോ. ഓക്കെ ലിസൺ. അപ്പോഴ് നമ്മൾ പറഞ്ഞിരുന്നത് എവിടെയായിരുന്നു? ഓക്കെ ലിസൺ. ഓക്കെ ഇതല്ലേ പറഞ്ഞേ? ഫൈറ്റ് അല്ലേ? ഹലോ, കാണുന്നുണ്ടല്ലോ? അപ്പൊ ദ ഫിഷർമാൻ റീച്ച് ദിസ് ഹോം ആൻഡ് കാൾഡ് ഹിസ് വൈഫ്. ഫിഷർമാൻ വീട്ടിലെത്തി തന്റെ ഭാര്യ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യ്, തന്റെ ഭാര്യയെ വിളിച്ചു. എക്സൈറ്റ്മെന്റ്, ആകാംക്ഷയോട് കൂടി. സി ഹൂ ഈസ് ദർ ഇൻ ഇറ്റ്. നോക്കൂ, ആരാ ഇതില്? ആരഞ്ഞ് മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത? കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യാൻ നിങ്ങളെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ സി ഹൂ ഈസ് ദർ ഇൻ ഇറ്റ്. ഹി ഷോവ്ഡ് ഹർ ദ മിറർ. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഫിഷർമാൻ എന്ത് ചെയ്തു? മിറർ തന്റെ ഭാര്യക്ക് കാണിച്ചു കൊടുത്തു. നോക്കൂ, ഹൂ ഈസ് ദർ ഇൻ ഇറ്റ്, ആരാ അതിൽ നോക്കൂ. ഹി ഷോഡ് ഹർ ദ മിറർ. ഷീ ലുക്ക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ്. അവള് എന്താണ്, അതിലേക്ക് ആകാംക്ഷയോട് കൂടി നോക്കി. ഈഗർലി, ആകാംക്ഷയോട് കൂടി നോക്കി. ഷീ സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇറ്റ്. അങ്ങനെ അവൾ എന്ത് കണ്ടു? ഹിസ് വൈഫ് സോ ദ ഫേസ് ഓഫ് എ വുമൺ. ഒരു പെണ്ണിന്റെ മുഖം അവൾ കണ്ടു. ഓ മൈ മദർ. അപ്പൊ അവള് പറയാണ്, ഓ മൈ മദർ, എന്റെ അമ്മ. ഷീ ലുക്സ് സോ യങ്. അമ്മ വളരെ ചെറുപ്പമായി തോന്നുന്നു. ഷീ വാസ് ത്രിൽഡ്. അവൾക്ക് വളരെയധികം എന്തായി? ത്രില്ലായി, വളരെയധികം എക്സൈറ്റഡ് ആയി. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് തിങ് ഫ്രം. എന്നിട്ട് തന്റെ ഭർത്താവിനോട് ചോദിക്കാണ്, ഫിഷർമാനോട് ചോദിക്കാണ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് തിങ് ഫ്രം. നിങ്ങൾക്ക് എവിടുന്നാണ് ഈ സാധനം കിട്ടിയത്, മദർ?
ആ മദർ, ഹൂസ് മദർ. അപ്പൊ നമ്മുടെ ഫിഷർമാൻ പറയാണ് മദർ, ഹൂസ് മദർ, ആരുടെ അമ്മയാണ്, ഹൂസ് മദർ. ദ ഫിഷർമാൻ ടേൺഡ് ദ മിറർ ടുവേർഡ്സ് ഹിസ് ഫേസ്. ആ സമയത്ത് ഫിഷർമാൻ എന്ത് ചെയ്തു, ടേൺഡ് ദ മിറർ, മിറർ തിരിച്ചു, ആരുടെ മുഖത്തേക്ക്, തന്റെ മുഖത്തേക്ക് തിരിച്ചു നോക്കി. അപ്പൊ എന്താണ്, ഇറ്റ്സ് മൈ ഫാദർ. ഫിഷർമാൻ പറയാണ് ഭാര്യയോട്, എന്താണ്, ഇറ്റ്സ് മൈ ഫാദർ, ഇത് എന്റെ അച്ഛനാണ്. ഷീ ഗ്രാബ്ഡ് ദ മിറർ. അയാളാ മിറർ എന്ത് ചെയ്തു, ആ അവളുടെ അടുത്ത് പിടിച്ചു വാങ്ങി. ഫ്രം ഹിം, ഷീ ഗ്രാബ്ഡ് ദ മിറർ, അവൾ എന്ത് ചെയ്തു, ആ മിറർ പിടിച്ചു വാങ്ങി. ഫ്രം ഹിം, ആരുടെ അടുത്തുനിന്ന്, തന്റെ ഭർത്താവിന്റെ അടുത്തുനിന്ന്, ഫിഷർമാന്റെ അടുത്ത് പിടിച്ചു വാങ്ങി. ആൻഡ് ലുക്ഡ് ഇൻ ടു ഇറ്റ്, എന്നിട്ട് എന്ത് ചെയ്തു, ആ മിററിലോട്ട് നോക്കി. ആർ യു ജോക്കിംഗ്. എന്നിട്ട് ഫിഷർമാന്റെ വൈഫ് പറയാണ് ഫിഷർമാനോട്, ആർ യു ജോക്കിംഗ്, നിങ്ങൾ തമാശ പറയാണോ, ആർ യു ജോക്കിംഗ്, ഇറ്റ്സ് മൈ മദർ, ഇത് എന്റെ അമ്മയാണ്. ഷീ ക്രൈഡ് ഔട്ട്, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇറ്റ്സ് മൈ മദർ. ദ മാൻ വാസ് അനോയിഡ് ആൻഡ് സ്നാച്ച്ഡ് ദ മിറർ. ഈ സമയത്ത് ഫിഷർമാൻ എന്ത് ചെയ്തു, വളരെയധികം ദേഷ്യം വരികയും ആൻഡ് സ്നാച്ച്ഡ് ദ മിറർ, എന്ത് ചെയ്തു, ആ മിററ് തട്ടിപ്പറിച്ച് വാങ്ങുകയും ചെയ്തു. ഒന്ന് വായിച്ചു നോക്കുക അതുവരെ. ഹലോ, ഒന്ന് വായിക്കുക അതുവരെ. അല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ചാൽ മതി. ഹലോ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് വായിച്ചാൽ മതി. ഓൾ ഓഫ് യു റീഡ് ഇൻ യുവർ ആ ഇൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിൽ വായിക്കുക, ശബ്ദം പുറത്തേക്കണം, മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് വായിക്കട്ടാ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ആരും മൈക്ക് ഓൺ ആക്കി വായിക്കണ്ട, നിങ്ങൾ മനസ്സിൽ വായിക്കും, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്താ വായിക്കുന്നതെന്ന്. ബാക്കിയുള്ളവർ വായിക്കുന്നത് കേൾക്കല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് വായിക്കെല്ലാരും. മോനെ മോനെ സ്റ്റോപ്പ് ചെയ്യടാ, സ്റ്റോപ്പ് റീഡിങ്, സ്റ്റോപ്പ് റീഡിങ്. മോനെ ഞാൻ മനസ്സിൽ വായിക്കാനാ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായപ്പോ എന്താന്ന് കാര്യം മനസ്സിലായോ? ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ, ലിസൺ. അപ്പോഴേ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ, ഫിഷർമാൻ ഗോട്ട് ദാറ്റ് മിറർ അല്ലേ, ഹി ഗോട്ട് ദാറ്റ് മിറർ ഫ്രം ദ സീഷോർ and he looked into it. Okay, mute your mic, listen here. The fisherman got the mirror from the seashore and he picked it up and looked into it. It was amazing and he was surprised. Firstly, he scared because he can see his father on it. അല്ലേ, ഫിഷർമാന് ഫസ്റ്റ് മിറർ കിട്ടിയ സമയത്ത് എന്ത് ചെയ്തു, ഹി വാസ് സ്കെയർഡ്, അയാൾ പേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഹി സോ, അയാൾ കണ്ടു, ഹിസ് ഫാദർ, തന്റെ അച്ഛൻ എന്ത് ചെയ്തു, ഇത് കണ്ടു. അങ്ങനെ എന്ത് ചെയ്തു, ഹി വാസ് എക്സൈറ്റഡ്, അയാൾ വളരെയധികം എക്സൈറ്റഡ് ആയി. ആൻഡ് എന്ത് ചെയ്തു, ഹി വെന്റ് ഹോം, അയാൾ വീട്ടിലേക്ക് പോയി. എന്തുകൊണ്ട്, ഇൻ ടു ദാറ്റ് മിറർ, ആ മിററും കൊണ്ട് എന്ത് ചെയ്തു, ഹി പിക്ഡ് ദാറ്റ് മിറർ ആൻഡ് വെന്റ് ഹോം, അയാൾ എന്ത് ചെയ്തു, മിറർ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെ സമയത്ത് എന്ത് ചെയ്തു, ഹി വാസ് ടോക്കിംഗ് ടു ഹിസ് വൈഫ്, തന്റെ ഭാര്യയോട് സംസാരിച്ചു. എന്ത്, അബൌട്ട് ദാറ്റ് മിറർ, ആ മിററിനെ കുറിച്ച്. എന്നിട്ട് എന്ത് പറയാണ്, ഐ ക്യാൻ സീ മൈ ഫാദർ ഇൻ ടു ഇറ്റ്, എന്റെ അച്ഛനെ ഇതിൽ കാണാൻ കഴിയുന്നെന്ന് ആര് പറഞ്ഞു, നമ്മുടെ ഫിഷർമാൻ വൈഫിനോട് പറഞ്ഞു. അപ്പൊ വൈഫ് പറഞ്ഞു, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ കാണാൻ പറ്റുന്നുണ്ടോന്ന്. അപ്പൊ വൈഫ് അതെടുത്തിട്ട് നോക്കിയ സമയത്ത് എന്ത് കണ്ടു, ഹി ക്യാൻ സീ ഹിസ് മദർ, സോറി ഹർ മദർ, ഷീ ക്യാൻ സീ ഹർ മദർ ഓൺ ഇറ്റ്. അവൾക്ക്, ഫിഷർമാന്റെ വൈഫിന് തന്റെ അമ്മയും കാണാൻ പറ്റി. യഥാർത്ഥത്തിൽ എന്താ കണ്ടത്, അവർക്ക് മിററിനെ കുറിച്ച് യാതൊരു അവർ കേട്ടിട്ട് പോലും എന്താണ് മിറർ എന്ന്. ആ സമയത്താണ് അവർക്ക് എന്ത് കിട്ടുന്നത്, മിറർ കിട്ടുന്നത്. അപ്പൊ അവര് വിചാരിച്ചു, അവരുടെ മുഖം പോലും അവർ കണ്ടിട്ടില്ല. അങ്ങനെ അപ്പൊ അവര് വിചാരിച്ചു ഇതെന്താണ്, അവരുടെ അച്ഛനും അമ്മയാണെന്ന് അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, തെറ്റിദ്ധരിക്കുകയാണ്. ഓക്കെ അല്ല നമ്മൾ പറഞ്ഞത് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ബാക്കി നോക്ക്. ഓക്കെ ബാക്കി
ഓക്കെ, ആ ചെറിയ റേഞ്ച് പ്രശ്നമാക്കണ്ട. ഇനി ബാക്കി നോക്കുക. ഓക്കെ ലിസൺ, ബാക്കി അങ്ങനെ നമ്മുടെ ഫിഷർമാന് എന്ത് ചെയ്തു? ആർ യു ജോക്കിംഗ്? ഇറ്റ്സ് മൈ മദർ, ഷീ ക്രൈഡ് ഔട്ട്. ദ മാൻ വാസ് അനോയ്ഡ് ആൻഡ് സ്നാച്ച്ഡ് ദ മിറർ. ഇനി മിറർ ഫ്രം ഹർ ഹാൻഡ്സ്. ആരുടെ കയ്യിൽ നിന്ന്? ഫിഷർമാന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഫിഷർമാന് ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു? ആ മിറർ പിടിച്ച് വാങ്ങി. കാണുന്നുണ്ടല്ലോ? ഹലോ, ആ ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ് അഗെയിൻ. ഓക്കെ, അവള് ഹി ലുക്ക്ഡ് ഇറ്റ് അഗെയിൻ. അയാൾ വീണ്ടും മൈക്ക് മ്യൂട്ട്. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ് അഗെയിൻ. അയാൾ വീണ്ടും എന്ത് ചെയ്തു? അതിലേക്ക് നോക്കി. അഷ്യർ, അഷ്യർ ഉറപ്പിക്കാൻ, ഹിംസെൽഫ് സ്വയം, എന്ത്? ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഫാദർ. എന്താണ്? അത് തന്റെ അച്ഛനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ വീണ്ടും ആ മിററിലോട്ട് നോക്കി. ഹൂ ലുക്ക്ഡ് ഇൻടു ദ മിറർ? ഹൂ ലുക്ക്ഡ് ഇൻടു ദ മിറർ? ഹൂ ലുക്ക്ഡ്? ദ ഫിഷർമാൻ. ഓക്കെ. Fisherman looked into the mirror to assure that, to assure himself that it was his father. തന്റെ അച്ഛനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ വീണ്ടും അതിലേക്ക് നോക്കി. There is something wrong with you. എന്നിട്ട് ചോദിക്കാണ്, there is something wrong with you. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? You are going crazy. നിങ്ങൾക്ക് എന്താണ്? ഭ്രാന്തായോ? ദേഷ്യം വന്നോ? അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? മാനസിക നില തെറ്റിയോ? I will never show you this again. ഞാൻ നിനക്ക് ഇതൊരിക്കലും നീ കാണിച്ചു തരില്ല, he said. അപ്പൊ ഫിഷർമാൻ എന്ത് പറഞ്ഞു? ഫിഷർമാന്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ മിറർ കാണിച്ചു തന്നപ്പോ അനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്താ നിന്റെ അമ്മേനെ കാണുന്നു എന്ന് പറയുന്നത്? ഇറ്റ്സ് മൈ ഫാദർ, ഇത് എന്റെ അച്ഛനാണ്, ഇനി ഒരിക്കലും ഞാൻ നിനക്ക് ഇത് കാണിച്ചു തരില്ല എന്ന് ആര് പറഞ്ഞു? ഫിഷർമാന്റെ വൈഫിനോട് പറഞ്ഞു. ഹിസ് വൈഫ് ട്രൈഡ് ടു ഗ്രാബ് ദ മിറർ. അപ്പൊ ഫിഷർമാന്റെ വൈഫ് എന്ത് ചെയ്തു? ട്രൈഡ് ശ്രമിച്ചു. എന്തിനു ശ്രമിച്ചു? ടു ഗ്രാബ് പിടിച്ചു വാങ്ങാ, തട്ടിപ്പറിച്ചു വാങ്ങാ. ഗ്രാബ് ദ മിറർ, ആ മിറർ പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഫ്രം ഹിം, ആരുടെ അടുത്തുനിന്ന്? അയാളുടെ അടുത്തുനിന്ന്. ദ ഫിഷർമാൻ ഹെൽഡ് ഓൺ ടു ഇറ്റ്. ഫിഷർമാൻ അതെന്ത് ചെയ്തു? മുറുക്കി പിടിച്ചു. ദേ സ്റ്റാർട്ടഡ് ബാറ്റ്ലിംഗ് ഫോർ ദ മിറർ. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ബാറ്റ്ലിംഗ് തർക്കിക്കാൻ തുടങ്ങി, യുദ്ധം ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ തല്ലുകൂടി. ബാറ്റ്ലിംഗ് ഫോർ ദ മിറർ. എന്തിനു വേണ്ടിയിട്ട്? ആ മിററിന് വേണ്ടിയിട്ട്. ദ മിറർ ഫെൽ ഡൗൺ. അങ്ങനെ മിറർ താഴെ വീണു. ഓൺ ദ ഫ്ലോറിൽ മിറർ താഴെ വീണിട്ട് ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. എന്ത് ചെയ്തു? അത് കാണുന്നില്ലേ? അത് പറ്റി? ഒരു മിനിറ്റ്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഐ വിൽ ഷോ യു. ഓക്കെ, ലിസൺ. അത് ആരോ പ്രസന്റ് ചെയ്യാണ്, ആരോ അതിന്റെ ഉള്ളിൽ കൂടെ ഡിസ്റ്റർബ് ചെയ്യാണ് മക്കളെ. നിങ്ങൾ ഫോണുമേൽ കളിക്കരുത് കേട്ടോ. ആരോ പ്രസന്റ് ചെയ്യണ്ട, അതാണ് കാണാത്തത്. നിങ്ങൾ വെറുതെ ഫോൺ എടുത്തിട്ട് കളിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇരിക്കണേ? ക്ലാസ് കേൾക്കാനല്ല ഇരിക്കണേ? അതാ ഇപ്പോഴൊക്കെ ഓരോരുത്തർ കയറി വരുന്നേ. അപ്പോഴ് ശ്രദ്ധിക്കുക, സ്ക്രീൻ ഷെയറിങ് കാര്യങ്ങളൊന്നും ചെയ്യരുത്, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതായി പോട്ടോ. ഓക്കെ, നിങ്ങൾ ക്ലാസ് കേൾക്കാൻ ഇരിക്കുക, ക്ലാസ് കേൾക്കുക, വേറെ അതിൽ യാതൊരു മൊബൈൽ മേലെ ഒരു കളിയും കളിക്കരുത്. ഇത് നോക്കാം. ഓക്കെ, ലിസൺ. ഇപ്പൊ കാണുന്നില്ലല്ലോ? ദ മിറർ ഫെൽ ഡൗൺ. മിറർ എന്ത് ചെയ്തു? താഴെ പോയി. ഓൺ ദ ഫ്ലോർ. ഓക്കെ. ദ മിറർ ഫെൽ ഡൗൺ. മിറർ താഴെ പോയി. ഓൺ ദ ഫ്ലോർ, നിലത്ത്. ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. മിറർ എന്ത് ചെയ്തു? നിലത്ത് തട്ടി. എന്ത് ചെയ്തു? കഷ്ണങ്ങൾ. നമുക്കറിയാം, നിലത്ത് വീണ ഒടിയും. അങ്ങനെ എന്ത് ചെയ്തു? അത് കഷ്ണങ്ങളായി എന്ത് ചെയ്തു? മുറിഞ്ഞു പോയി. ദേ സ്റ്റോപ്ഡ് ഫൈറ്റിംഗ്. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അടി കൂടൽ നിർത്തി. സ്റ്റോപ്ഡ് ഫൈറ്റിംഗ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പീസസ്. അവര് എന്നിട്ട് എന്ത് ചെയ്തു? തല്ലുകൂടൽ നിർത്തിയിട്ട് എന്താണ്, കണ്ണാടി പീസുകൾ അല്ലെങ്കിൽ പൊട്ടിയ കഷ്ണം കണ്ണാടിയിലേക്ക് നോക്കി. ദ പീസസ് റിഫ്ലക്റ്റഡ് ദെയർ ഇമേജസ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്തല്ല, അവർ അച്ഛനും അമ്മയൊന്നല്ല, അവര് തന്നെയാണ്. അപ്പം ആ പീസുകളിൽ എന്ത് ചെയ്തു? അവരെ തന്നെ അവർക്ക് കാണാനേ സാധിച്ചു. ഓക്കെ, ഇനി എല്ലാവരും വായിക്കുക ഫുൾ ആയിട്ട്. തുടക്കം മുതൽ ഇപ്പൊ നമ്മൾ എന്തെടുത്തില്ലേ? ദ ഫൈറ്റ് എന്ന് പറയുന്ന ഭാഗം എല്ലാവരും പൂർണ്ണമായിട്ടും വായിക്കുക. മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് വായിക്കുക. ഇതുവരെ ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, വേഗം.
ആ ഫൈറ്റ് ഫൈറ്റ്. ഓക്കെ. ഓക്കെ, ഇനി വായിച്ചു കഴിഞ്ഞ ആൾക്കാര് ഓക്കെ ഓക്കെ ലിസൺ. ആ എല്ലാവരും എന്ത് ചെയ്യാ, ഒരു പെൻസിൽ എടുക്ക, പെൻസിൽ പെൻസിൽ ടേക്ക് എ പെൻസിൽ. പെൻസിൽ എടുക്ക, പെൻസിൽ. പെൻസിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ചതില് അറിയാത്ത മീനിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മീനിങ് അറിയാത്ത വേർഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മീനിങ് അറിയാത്ത വേർഡ്സ് അണ്ടർലൈൻ ചെയ്യാം. മീനിങ് അറിയാത്ത വേർഡ്സ് അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾക്ക് മീനിങ് അറിയാത്ത വേർഡ്സ് അണ്ടർലൈൻ ചെയ്യാം. വായിച്ച് കഴിഞ്ഞ മഹാന്മാര് എല്ലാരും ശ്രദ്ധിക്ക, എല്ലാ മക്കളും ശ്രദ്ധിക്ക. നിങ്ങള് പെൻസിൽ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. അറിയാത്ത മീനിങ് അറിയാത്ത വാക്കുകളുടെ അടിയിൽ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുമോളെ? ആ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തോളൂ, ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഒന്നും കൂടി നമ്മൾ എടുത്ത ഭാഗം ഒന്നും കൂടി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തു തരാം. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് അതിന്റെ മുകളിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ? അപ്പോ ഹലോ ഹലോ, മീനിങ് അറിയാത്ത വേർഡ്സ് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ഫസ്റ്റ് നമ്മുടെ ഫൈറ്റ്. ഓക്കെ ലിസൺ. ഓക്കെ, ഫൈറ്റ് മുതൽ ശ്രദ്ധിച്ചോ. മീനിങ് പറയാൻ പോവാണ്. ഓരോ വേർഡ്സിന്റെ മീനിങ് പറയാണ്. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സിന്റെ മീനിങ് വരുമ്പോൾ അതിന്റെ മുകളിൽ എഴുതി വെക്കുക കേട്ടോ. ഫിഷർമാൻ റീച്ച്ഡ്. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, എത്തിച്ചേർന്നു എന്നാണ്. റീച്ച്ഡ് എത്തിച്ചേർന്നു. എത്തിച്ചേർന്നു. എക്സൈറ്റ്മെന്റ് ആകാംക്ഷ. എക്സൈറ്റ്മെന്റ് ആകാംക്ഷ. മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. മൈക്ക് മ്യൂട്ട് ചെയ്യാത്തവരൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളെ ഫുള്ള് ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. കാൾഡൊന്നും അറിയില്ല മോനെ. കാൾഡറെ വിളിച്ചു. നിന്റെ അവിടെ എന്തോ പ്രശ്നം ഉണ്ട്. അതാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. റീച്ച്ഡ് എത്തിച്ചേർന്നു. എക്സൈറ്റ്മെന്റ് ആകാംക്ഷ. എക്സൈറ്റ്മെന്റ് ആകാംക്ഷ.
ഷോഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചു. ഞാൻ പറയും ഓരോന്നും. ഞാൻ ഹലോ ലിസൺ ലിസൺ, നിങ്ങൾ ഇങ്ങോട്ട് ഓരോരുത്തരും ചോദിക്കേണ്ട, ഞാൻ ഓരോന്നും പറയും. നിങ്ങൾ ഓരോരുത്തർ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒന്നും കേൾക്കൂല. ഞാൻ പറയും, എല്ലാം ഞാൻ പറയും. എന്താ പറഞ്ഞത്? ഷോഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചു. ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുക. ഷോഡ് കാണിച്ചു. ആ, ഷോഡ് കാണിച്ചു. മിറർ അറിയാലോ. പിന്നെ ഈഗർലി. ഈഗർലി അതിന്റെ ആകാംക്ഷ തന്നെയാണ്. ഈഗർലി എക്സൈറ്റ്മെന്റ് തന്നെയാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യേ. എന്താണ്? കേട്ടില്ല. ആ, ഈഗർലി ആകാംക്ഷ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഓരോന്നും പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കേണ്ട, ആരും ഇങ്ങോട്ട് ചോദിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇനി കിട്ടാത്തതുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ മതി. ഞാൻ പറയുന്നുണ്ട് ഓരോന്നും. ഈഗർലി ആകാംക്ഷയോട് കൂടി, അല്ലെങ്കിൽ ആകാംക്ഷ, ഈഗർലി ആകാംക്ഷയോട് കൂടി. ഫേസ് എന്ന് പറഞ്ഞ മുഖം. ഫേസ് മുഖം. ഫേസ് എന്ന് പറഞ്ഞ മുഖം. ഫേസ് മുഖം. ഹംദാൻ മൈക്ക് മ്യൂട്ട് ചെയ്യേ. മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഫേസ് പറഞ്ഞു. ഇനി പറയാനുള്ളതാണ് ലുക്ക്. ലുക്സ്. ലുക്സ്. ലുക്സ് എന്ന് പറഞ്ഞാല് നോക്കി. ലുക്ക് നോക്കുക. ലുക്സ് നോക്കുക. അയ്യോ, വുമൺ എന്ന് പറഞ്ഞാൽ പെണ്ണ്. നിങ്ങൾ ഇതുവരെ ഇംഗ്ലീഷ് പഠിച്ചില്ലേ? വുമൺ മാൻ ഒന്നും അറിയില്ലേ? ആ ആ ആ, മതി മതി. ഇനി ത്രിൽഡ് എന്ന് പറഞ്ഞാല് അതന്നെ. എന്താണ്? നമ്മൾ വളരെയധികം എക്സൈറ്റഡ് തന്നെയാണ്. ആകാംക്ഷയുള്ളവനാവുക എന്നല്ലേ ത്രില്ല് അടിക്കുക. നമ്മൾ മലയാളത്തിൽ തന്നെ പറയല്ലേ ത്രില്ലായി എന്നൊക്കെ പറയാറ്. പിന്നെ വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? ആ, ഹൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൂസ്. ഹൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെ. ഹൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ. ഹൂസ് ആരുടെ. ഹൂസ് ആരുടെ. പിന്നെ ടേൺഡ്. ദ ഫിഷർമാൻ ടേൺഡ്. ടേൺഡ് മദർ എന്ന് പറഞ്ഞാൽ എന്താ? മദർ അമ്മ. ടേൺഡ് പറഞ്ഞാൽ തിരിഞ്ഞു. ടേൺഡ് തിരിഞ്ഞു. ടേൺഡ് തിരിഞ്ഞു. മിറർ നിങ്ങൾക്ക് അറിയാം. ടുവേർഡ്സ് അതിന്റെ അടുത്തേക്ക്. ടുവേർഡ്സ് അതിനടുത്തേക്ക്. നെക്സ്റ്റ് അടുത്ത ലൈനിൽ, പിറ്റത്തെ ലൈനിൽ ഫാദർ നിങ്ങൾക്ക് അറിയാം, അച്ഛൻ. ഷീ അവൾ. ഗ്രാബ്ഡ്. ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങുക. ഗ്രാബ്ഡ്. ഗ്രാബ് പിടിച്ചു വാങ്ങുക. ഗ്രാബ്ഡ് പിടിച്ചു വാങ്ങുക. ഗ്രാബ്ഡ്. ഗ്രാബ്ഡ് പിടിച്ചു വാങ്ങുക. ആ, സ്ലോയിൽ പറഞ്ഞ. ആ, ഗ്രാബ്ഡ്. GRABBED. ഗ്രാബ്ഡ് പിടിച്ചു വാങ്ങുക. സ്നാച്ച്ഡ്. അവിടെ എത്തിയില്ല മോനെ. സ്നാച്ച് എത്തിയില്ലല്ലോ. നിങ്ങൾ എത്താത്ത ചോദിക്കല്ലേ. ഓരോ വരി നോക്ക്. വരി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഷീ ഗ്രാബ്ഡ് പിടിച്ചു വാങ്ങുക. സ്നാച്ചും പിടിച്ചു വാങ്ങുക തന്നെയാണ്. അടുത്ത ലുക്ക്ഡ്. ലുക്ക്ഡ് നോക്കി. ലുക്ക്ഡ് കണ്ടോ നിങ്ങൾ? ലുക്ക്ഡ്. ലുക്ക്ഡ് നോക്കി.
ജോക്കിംഗ് തമാശ പറയുക. ജോക്കിംഗ് തമാശ പറയുക. ഏ കേട്ടില്ല. എന്താണ്? എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. ജോക്കിംഗ് തമാശ പറയുക. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. ജോക്ക് തമാശ പറയുക. ക്രൈഡ് ഔട്ട് അറിയാം, നിലവിളിക്കുക. ക്രൈഡ് ഔട്ട് നിലവിളിക്കുക. അനോയ്ഡ്. അനോയ്ഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മലയാളം അലോസരപ്പെടുക, ദേഷ്യം വരിക എന്നൊക്കെയാണ്. അനോയ്ഡ്. അനോയ്ഡ് അലോസരപ്പെടുക, ദേഷ്യപ്പെടുക എന്നൊക്കെയാണ്. ക്രൈഡ് കരയ മോനെ. സ്നാച്ച്ഡ് ഞാൻ പറയും വേണ്ട എത്തുന്നുള്ളൂ. അനോയ്ഡ് കഴിഞ്ഞിട്ടല്ലേ സ്നാച്ച്ഡ്. സ്നാച്ച്ഡ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക. സ്നാച്ച്ഡ് തട്ടിപ്പറിക്കുക. സ്നാച്ച്ഡ് തട്ടിപ്പറിക്കുക. പിന്നെ അശ്വർ. അശ്വർ ഉറപ്പിക്കുക. ജോക്കിംഗ് ഞാൻ പറഞ്ഞു, തമാശ പറയുക. സ്നാച്ച്ഡ് തട്ടിപ്പറിക്കുക. അശ്വർ ഉറപ്പ് കൊടുക്കുക. അനോയ്ഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക. അശ്വർ പറഞ്ഞ കേട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. ഉറപ്പിക്കുക. അശ്വർ ഉറപ്പിക്കുക. എന്താണ്? കേട്ടില്ല. എന്താണ്? സംതിങ് എന്തെങ്കിലും. ഞാൻ അങ്ങോട്ട് വരും. നിങ്ങൾ ഇതിന്റെ മുന്നേ ചോദിക്കല്ലേ, ഞാൻ എത്തിവരില്ലേ. അശ്വർ ഉറപ്പിക്കുക ഹിംസെൽഫ് ആൻഡ് ഇറ്റ് വാസ് ഹിസ് ഫാദർ. ദർ വാസ് സംതിങ് എന്തെങ്കിലും. റോങ് തെറ്റായത്, മോശമായത്. റോങ് തെറ്റായത് അല്ലെങ്കിൽ മോശമായത്. അശ്വർ ഉറപ്പിക്കുക. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. സ്വയം. അവൻ സ്വയം. റോങ് അല്ലേ? ഡബ്ല്യു കൂട്ടി വായിക്കരുത്. റോങ്. 6 വായിക്കണം കേട്ടോ. റോങ് എന്ന് പറഞ്ഞാൽ തെറ്റായത്. ഞാൻ വരും. അങ്ങോട്ടൊന്നും എത്തിയില്ലട്ടോ മോനെ. മുന്നേ ചോദിക്കല്ലാണ്ട് വരുന്നുള്ളൂ. ഇനി നോക്കൂ, റോങ് പറഞ്ഞു. റോങ് എന്ന് പറഞ്ഞാൽ മോശമായത്, തെറ്റായത്. യു ആർ ഗോയിങ് ക്രേസി എന്താണ്? ഭ്രാന്താവുക. ക്രേസി ഭ്രാന്താവുക. എടാ അശ്വർ ഇപ്പൊ ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞു. ഉറപ്പിക്കുക. ക്രേസി എന്ന് പറഞ്ഞാൽ ഭ്രാന്താവുക. ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ സ്വയം. ഇനി നോക്കാം അടുത്തത്. ഐ വിൽ നെവർ ഷോ യു ദിസ് അഗെയിൻ. ഞാൻ എന്താണ്? ഐ വിൽ നെവർ ഒരിക്കലും. ഐ വിൽ ഞാന് ഇല്ല ഒരിക്കലും. നെവർ ഒരിക്കലും. ഐ വിൽ നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. നെവർ ഒരിക്കലും. ട്രൈഡ് ശ്രമിച്ചു. അടുത്ത ട്രൈഡിന്റെ ഒപ്പമുള്ളതാണ് ഗ്രാബ്. എന്ന് പറഞ്ഞാലും തന്നെയാണ് പിടിച്ചു വാങ്ങുക. ഗ്രാബ് പിടിച്ചു വാങ്ങുക. ഹെൽഡ് പിടിക്കുക.
ഹോൾഡ് പിടിക്കുക, ഹെൽഡ് പിടിച്ചു, ഹെൽഡ് പിടിച്ചു, ഹോൾഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, പിടിച്ചു. എന്താണ്? ഒക്കെ വരും, അങ്ങോട്ട് വരും, വരും, എല്ലാം വരും, വരും, വരും. ദേ സ്റ്റാർട്ടഡ്, അവർ തുടങ്ങി. ബാറ്റ്ലിംഗ്, ബാറ്റ്ലിംഗ് യുദ്ധം ചെയ്യുക, ബാറ്റ്ലിംഗ് പരസ്പരം പോരാടുക. ആരും ഇങ്ങോട്ട് ചോദിക്കല്ല, ഞാൻ പറയും. ബാറ്റ്ലിംഗ് പോരാടുക, യുദ്ധം ചെയ്യുക, ബാറ്റ്ലിംഗ്. നോട്ടിലൊക്കെ ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എഴുതിക്കോളൂ, എഴുതിയും കുഴപ്പമൊന്നുമില്ല, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി ദ മിറർ ഫെൽ ഡൗൺ, ഫെൽ ഡൗൺ താഴെ വീഴുക, ഫെൽ ഡൗൺ താഴെ വീഴുക, ഫെൽ ഡൗൺ താഴെ വീഴുക. ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം, നിലത്ത്, ഫ്ലോർ നിലത്ത്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം. ഫെൽ ഡൗൺ വീഴുക, വീഴുക, ഫെൽ വീഴുക, ഡൗൺ താഴെ, താഴെ വീഴുക. ഫ്ലോർ നിലം, ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം, ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം. ബ്രോക്ക്, ബ്രോക്ക് എന്ന് പറഞ്ഞാൽ തകരുക, പൊട്ടുക. ഫെൽ ഡൗൺ, ഫെൽ എന്ന് പറഞ്ഞാൽ വീഴുക, ഡൗൺ താഴെ, താഴെ വീഴുക. ഓൺ ദ ഫ്ലോർ, ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം, നിലത്ത് വീണു. ആൻഡ് ബ്രോക്ക്, ബ്രോക്ക് എന്താണ്? സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുകടാ. ബാറ്റ്ലിംഗ് യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്യുക, നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല, യുദ്ധം ചെയ്യുക, പോരാടുക, യുദ്ധം ചെയ്യുക. ഓക്കെ, ഓക്കെ. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക, ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, യുദ്ധം ചെയ്യുക. ലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി. പറയ്. ബാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. ഇനി അടുത്ത് ബാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. റിഫ്ലക്റ്റഡ് പ്രതിഫലിക്കുക. ബ്രോക്ക് തകരുക. പീസസ് കഷ്ണങ്ങൾ. റിഫ്ലക്റ്റ് പ്രതിഫലിക്കുക. ബാറ്റ്ലിംഗ് പോരാടുക. ബാറ്റ്ലിംഗ് പോരാടുക. പീസസ് കഷ്ണങ്ങൾ. റിഫ്ലക്റ്റഡ് പ്രതിഫലിക്കുക. ആരാ അവിടെ പ്രസന്റ് ചെയ്യണ? വേറെ റിഫ്ലക്റ്റഡ് പ്രതിഫലിക്കുക. സ്റ്റാർട്ടർ തുടങ്ങി. പ്രതിബിംബം, ഇമേജ്, പ്രതിബിംബം. നേരേക്ക്, ഇമേജ് പറഞ്ഞ പ്രതിബിംബം. പിക്കിംഗ് എന്ന് പറഞ്ഞാൽ എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ പാഠഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കണ്ടില്ലേ? എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ആ 9 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എഴുതിയിട്ട് കാണിക്കുക കേട്ടോ. നോട്ട്ബുക്കില് ആ 9 ചോദ്യങ്ങളുടെയും ഉത്തരം
എഴുതിയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യാ കേട്ടോ. കേട്ടല്ലോ? ആ ഗ്രൂപ്പിൽ അയച്ചാൽ മതി, ഗ്രൂപ്പിൽ അയച്ചാൽ മതി. 9 ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അറിയിക്കാം. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഹലോ ഹലോ, 9 ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതണം. മാത്രമല്ല നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളുടെ അറ്റൻഡൻസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം സെൻഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കയറിയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ആൾക്കാർ മാത്രമേ ലീവ് ചെയ്യാൻ പാടുള്ളൂ. അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലീവ് ചെയ്യാൻ പാടുള്ളൂ. ഓരോ സ്റ്റാൻഡേർഡിന്റെയും അറ്റൻഡൻസ് ഷീറ്റ് അവരുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് മാത്രമേ ലെഫ്റ്റ് ആവാൻ പാടുള്ളൂ. ആ ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക എവിടെയെന്ന് അറിയാലോ? ആ അതിൽ കയറിയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ആയിക്കോട്ടോ. വർക്ക് ചെയ്തിട്ടല്ല, ഇപ്പൊ മാർക്ക് ചെയ്യുക. അറ്റൻഡൻസ് 1 മണിക്കൂർ കൊണ്ട് ക്ലോസ് ചെയ്യും. ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അതെ അതെ, വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഹലോ, അറ്റൻഡൻസ് മാർക്ക് ക്ലാസ് കഴിഞ്ഞു. അറ്റൻഡൻസ് മാർക്ക് ചെയ്തോല് ലെഫ്റ്റ് ആയിക്കോ. അറ്റൻഡൻസ് എവിടെ മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ? ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിൽ കയറിയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അറ്റൻഡൻസ് മാർക്ക് ചെയ്തോല് ലെഫ്റ്റ് ആവുക. ചെയ്താലും പോയിക്കോ. ദീപ KT ചെയ്തോ? ചെയ്തോര് പോയിക്കോ. ചെയ്തോര് ലീവ് ചെയ്യാ. മാർക്ക് ചെയ്ത് ലെഫ്റ്റ് ആവുക. അറ്റൻഡൻസ് മാർക്ക് ചെയ്തോല് ലെഫ്റ്റ് ആവുക. എവിടെയാ മാർക്ക് ചെയ്യാണ്ട് അറിയാത്തവർ ചോദിക്കാം. ഏതാ ക്ലാസ്? 5E ഗ്രൂപ്പ് തുറക്ക്. ആ 5E 5E ഗ്രൂപ്പിലുണ്ട് കേട്ടോ, ക്ലാസ് ഗ്രൂപ്പിലുണ്ട്. അതെ അതെ, ഡേറ്റ് ഇന്നത്തെ ഡേറ്റ്. മാർക്ക് ചെയ്തവര് ലെഫ്റ്റ് ആവും, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓ